ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻ സുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു വെരി ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റിട്ടുണ്ട് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ തലേദിവസം നമ്മൾ മാസാണിയമ്മൻ്റെ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ഒരുപാട് പൂമാലകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നാരങ്ങാമാലയൊക്കെ നമുക്ക് ചാർത്തിയ മാലയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാലകൾ 2-3 വണ്ടിക്ക് ഇട്ടു. പിന്നെ 2-3 ഭഗവാനൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. റോസാപ്പൂവിൻ്റെ മാലയൊക്കെ നല്ല ഫ്രഷ് മാലയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേസ്റ്റ് ആക്കാൻ പാടില്ല, അപ്പോൾ ഞാൻ ഭഗവാൻ ഇട്ടു കേട്ടോ. അതേപോലെ തിരുപ്പതി വെങ്കടാചലപതിൻ്റെ ഭഗവാന്റെ ഫോട്ടോയ്ക്കും എല്ലാം ഫോട്ടോയ്ക്കും ഞാൻ പൂവിട്ടു കേട്ടോ. അപ്പോൾ ഒരുപാട് പൂമാലകൾ ഇന്നലെ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഒരു മാല കിട്ടുമോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒന്നിലധികം മാലകൾ കിട്ടിയത് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അമ്മ നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ എവിടെയാണ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴനിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മുരുകനെ കാണാൻ വേണ്ടിയിട്ട് പഴനിയിലേക്ക് പോവുകയാണ് രാവിലെ. അപ്പോൾ എല്ലാവരും നേരത്തെ നീറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂമാലകളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മാലകളായിരുന്നു കേട്ടോ. അപ്പോൾ ഭഗവാന് ചാർത്തിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ രാവിലെ. പിന്നെ കുറച്ച് പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മറ്റേ മുല്ലപ്പൂവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനത് വിളക്കിനിങ്ങനെ വെച്ചു കൊടുത്തു, അണിയിച്ചൊരുക്കി കേട്ടോ. പിന്നും ശർക്കരയും വെല്ലമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് പൂക്കളെല്ലാം ഉണ്ടായിരുന്നത് എല്ലാ ഭാഗങ്ങളിലും എല്ലാ ദൈവത്തിൻ്റെ ഫോട്ടോയ്ക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ സ്കന്ദഷഷ്ടി നമ്മൾ വായിച്ചതിന് ശേഷം ഒരു 7 മണിയുടെ മുമ്പാണ് നമുക്ക് മാവിളക്ക് ഇടേണ്ട ദിവസം കേട്ടോ. അപ്പോൾ ഇത് 4ാമത്തെ ആഴ്ചയാണ് കേട്ടോ ഞാൻ മാവിളക്ക് ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മാവിളക്ക് ഇതുപോലെ ഗോവിന്ദൻ്റെ നാമം ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഗോവിന്ദനെ വിചാരിച്ചിട്ട് തിരുപ്പതി വെങ്കടാചലപതിനെ വിചാരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത് 4ാമത്തെ ആഴ്ചയാണ് കേട്ടോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ രാവിലെ പഴനിക്ക് പോകുന്ന സമയത്ത് ഞാൻ പോയി വേഗം പാലൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് വേഗം അരിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശർക്കരയും നെയ്യും എല്ലാം കൂടി ചേർത്ത് വേഗം ഞാൻ മാവിളക്ക് ഇടുകയാണ് കേട്ടോ ചെയ്തത്. എന്താ വെച്ചാൽ ഇത് മുടങ്ങിപ്പോകരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 7 ആഴ്ച ഇതുപോലെ മാവിളക്ക് ഇടണം. നമ്മുടെ സകല കടങ്ങളും ബാധ്യതകളും ദുരിതങ്ങളും എല്ലാം തീരാൻ വേണ്ടിയിട്ട്, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് മാവിളക്ക് ഇടാം കേട്ടോ. എല്ലാ സാറ്റർഡേ ഇടുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഭംഗിയായിട്ട് മാവിളക്കൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ച് ഭഗവാനത് സമർപ്പിക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഗോവിന്ദൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ ഇട്ടു കേട്ടോ. യൂട്യൂബിലിട്ടിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യാൻ പോയി. എന്താ വെച്ചാൽ കുട്ടികളെ നീപ്പിക്കണം, ഡ്രസ്സ് ചെയ്യിപ്പിക്കണം, അങ്ങനെയൊക്കെ അമ്മ റെഡി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് 2 ചുരിദാറും മേടിച്ചു കൊടുത്തുകൊണ്ട് മല കയറിയിട്ട് വേണം ഇപ്രാവശ്യം പോകാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ ചുരിദാറാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇതേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്ദു എന്നത്തെയും പോലെ തന്നെ ഇതേ കാട്ടുചേരി അയ്യപ്പൻ്റെ അമ്പലത്തിൽ വന്നിട്ട് പൈസയൊക്കെ ഇട്ടിട്ട് അവൻ പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പഴനിയിലേക്ക് പോവാണ് കേട്ടോ. മുരുകനെ കാണാൻ വേണ്ടിയിട്ടില്ല, എന്താ പറയുക, ഭയങ്കര ആകാംക്ഷയിലാണ് കേട്ടോ ഞാൻ. സ്കന്ദഷഷ്ടിയൊക്കെ വായിക്കണത് കൊണ്ട് എനിക്കിപ്പോൾ 2-3 അമ്പലങ്ങളിലൊക്കെ മുരുകൻ്റെ അമ്പലങ്ങളിൽ വീണ്ടും വീണ്ടും പോകാനൊക്കെ എനിക്ക് ചാൻസ് കിട്ടുന്നു. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പഴനിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ സ്കന്ദഷഷ്ടി അവിടെ പോയി വായിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ മരുതമലയിൽ പോയി, അതേപോലെ തന്നെ പാതിമലൈ മുരുകൻ്റെ അമ്പലത്തിലേക്ക് പോയി, അതേപോലെ ഇപ്പോൾ നമ്മൾ 3ാമതായിട്ട് ഇപ്പോൾ പഴനിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി കണ്ണൻ ഇഡ്ഡലി മേടിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏട്ടന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛന് കൊടുത്താലേ കഴിക്കുള്ളൂ എന്ന് വാശി പിടിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു 2-3 വായ ഏട്ടന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേ അവൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ 2-3 വായ വാങ്ങിയതാണ് കേട്ടോ. സാധാരണ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരാളാണ് കേട്ടോ. രാവിലെ ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല, വിഷമം മാത്രം എപ്പോഴേലും ഒന്ന് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ കണ്ണൻകുട്ടി അങ്ങനെ പറഞ്ഞതും കൊണ്ട് മാത്രം ഒരു 2-3 വായൊക്കെ മേടിച്ചു കേട്ടോ. അതിന് ശേഷം എന്തേ കണ്ണൻകുട്ടി കാറ്റാടി പോലെ കണ്ടു പറഞ്ഞിട്ട് ഇറങ്ങി നോക്കണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടുത്തൊക്കെ പോകണം പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ഈ കാറ്റാടീൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അത് ശരിക്കും കാറ്റാടി ഒന്നുമല്ല, അവൻ കാറ്റാടി എന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചിപ്സ് എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ചിപ്സ് വേണമെന്നായിട്ട് അപ്പോൾ കണ്ണൻകുട്ടിയുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്കൊരു ചായ എങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ചായക്കടയിൽ വണ്ടി നിർത്തുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മളിത് വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവാണേ, ചായ കുടിക്കട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചായയും ഉഴുന്നുവടയും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നുവട നല്ല ചൂടുള്ള ഉഴുന്നുവട കണ്ടപ്പോൾ എങ്ങനെ കഴിക്കാതിരിക്കുക. അതും അതിനും ടച്ചിങ് സൈഡ് ചട്നിയൊന്നും ആയിരുന്നില്ല, സാമ്പാറായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാർ വട എന്നുള്ള പേരിൽ ഞങ്ങളെല്ലാവരും സാമ്പാർ മുക്കിയത്
കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. ചായക്കടയുടെ തൊട്ട് തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ കണ്ണനും ലച്ചു അങ്ങോട്ട് പോയതാണ്. കൂടെ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് രണ്ടാളും പോയതാണ് ഏട്ടന്മാർ. അവരും അവിടെ കളി തുടങ്ങി കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇതേ കടല മേടിച്ചിട്ടുണ്ടായിരുന്നു. 20 രൂപയ്ക്ക് കടല പുഴുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയിൽ പാർസലൊക്കെ പറഞ്ഞപ്പോൾ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഇതുപോലെ 20 രൂപയ്ക്കൊക്കെ പാർസൽ ഇതുപോലെ പ്ലേറ്റൊക്കെ വെച്ച് സ്പൂണൊക്കെ വെച്ച് തരികയാണെങ്കിൽ നല്ല മെച്ചമാണ് കേട്ടോ. എന്തായാലും അടിപൊളി കടലയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കടലയൊക്കെ പാർസൽ മേടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങളിത് പഴനിയുടെ അടിവാരം എത്തി. ഇവിടെ തന്നെ വേലൊക്കെ കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇനിയത്തെ തിരക്കുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മളിത് പഴനിയുടെ അടിവാരത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പഴനിമല നമ്മൾ ടി വിയിലൊക്കെ കാണൂലേ, അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു കേട്ടോ. പഴനിമല കാണാൻ നല്ല ഭംഗി. ഇത് രാത്രിയാണെങ്കിൽ ഇനി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വീണ്ടും പഴനിക്ക് വരാൻ പറ്റി. ആകെ ഞാനൊരു 2 മാസമായിട്ടുണ്ടാവുള്ളൂ കേട്ടോ പഴനിയിൽ വന്നിട്ട് പോയിട്ടുണ്ടാവുക. അപ്പോഴേക്കും വീണ്ടും വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ ഇത് നമ്മളിത് ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ പതുക്കെ ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. പഴനി എത്തിയിട്ടുണ്ട്. ഇതാ വണ്ടി നിർത്തുകയാണ് കേട്ടോ. ഒരുപാട് നല്ല തിരക്കുണ്ട്. ഒരു കുപ്പി വെള്ളം എടുത്തമ്മ. അപ്പൊ എന്താ പറയാ, നല്ല തിരക്കാട്ടോ. വണ്ടികളൊക്കെ ഇഷ്ടമായി പാർക്ക് ചെയ്തിരിക്കുകയാണ്. മൊത്തം നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് കേട്ടോ മുരുകനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി എന്താ പറയാ, സമയം ഇപ്പൊ 12 മണി, കറക്റ്റ് 12 മണിയാണ്. അപ്പൊ ഇനി നമുക്ക് തൊഴാനുള്ള സമയം. ഉച്ചയ്ക്ക് പൂജ 12 മണി ടു 12:30 വരെ നല്ല പൂജ, ഉച്ചപൂജ. അപ്പൊ അത് കാണുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിത് പോവാണ് കേട്ടോ. തമിഴ്നാട് എന്താ പറയാ, നല്ല വെയിലല്ലേ. 100 ഡിഗ്രി എത്ര ഇവിടെ. ഞാൻ പറയാറില്ലേ 100 ഡിഗ്രി. അപ്പൊ നീ പറയില്ല. 100 ഡിഗ്രി. ഞാൻ ഇന്ന് ന്യൂസിൽ കണ്ടിട്ടായിരുന്നു 100 ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട് കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ. അടിപൊളി വെയിൽ എന്തായാലും. അപ്പൊ നമ്മൾ എന്തായാലും മുരുകനെ കാണാൻ വേണ്ടി പോവാ. സ്കന്ദഷഷ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വായിക്കാൻ വേണ്ടി. അവിടെ പോയിട്ട് വേണം എനിക്ക് വായിക്കാൻ. അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് നല്ല പിക്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ മുരുകൻ്റെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ വായിൽ ഇങ്ങനെ വിരൽ വെച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. പക്ഷേ കുറേ ഫോട്ടോസൊക്കെ നമ്മൾ മേടിച്ചിട്ട് പോയിട്ട് എവിടെ വെക്കാനാണ്, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല കേട്ടോ. പിന്നെ ഇതൊരു ചേട്ടൻ കുറേ നേരമായി വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു വേല് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു വേലും അതേപോലെ കുടുംബത്തിലുള്ള വീടും പിക്ചേഴ്സൊക്കെ ആയിരുന്നു, ഭാര്യ ഭർത്താവ് കുട്ടികളൊക്കെ. അപ്പോൾ അതൊക്കെ ഒരെണ്ണം മേടിച്ചു കേട്ടോ. ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല അതൊന്നും. അപ്പോൾ ആദ്യമായിട്ട് അയ ചേട്ടൻ കുറേ നേരം വന്ന് ചോദിച്ചതും കൊണ്ട് ഞാൻ മേടിച്ചു കേട്ടോ. അപ്പോൾ അത് 50 രൂപയായിരുന്നു കേട്ടോ വില. അപ്പോൾ അത് അവിടെ പോയിട്ട് ഹുണ്ടിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങളിതേ സ്റ്റെപ്പൊക്കെ കയറി പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഫ്രണ്ടിലേക്ക് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോകേണ്ട ആവശ്യമില്ല. ഇതുണ്ട് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ നടന്നു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു വണ്ടി ഇവിടെ കുറച്ച് ഇറക്കിയിട്ടുണ്ട്. ഒരു 5-6 എണ്ണമൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ആ വണ്ടിയിൽ ഇതേപോലെ നമുക്ക് പോവാം. നല്ല സുഖമായിട്ട് പോവാം കേട്ടോ. അപ്പോൾ അതൊക്കെ പോകുള്ളൂ, സൗണ്ടൊന്നും ഉണ്ടാവില്ല ഈ വണ്ടിക്ക്. അപ്പോൾ ഇലക്ട്രിക്കൽ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇറങ്ങി അടുത്തത് നമ്മൾ ചെരുപ്പ് വെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെരുപ്പ് ഊരിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ കാലിൽ. അപ്പോഴേക്കും ഓരോരോ ചേച്ചിമാർ പേരയ്ക്ക വാങ്ങണോ ഇല്ലെങ്കിൽ ഫോട്ടോ വാങ്ങണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടുത്ത് വന്ന് നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തൊഴുത് വന്നിട്ട് വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അതേ വിനായകൻ്റെ അവിടെ നിന്നിട്ട് തൊഴുന്നത്. ഇവിടെ തൊഴുതിട്ട് വേണം നമ്മൾ മല ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ വിനായകനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മളിത് മല കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭസ്മം എടുത്ത് നെറ്റിയിൽ പട്ടയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ നന്ദൂരി എടുത്ത് ഇടാൻ പറഞ്ഞപ്പോൾ അവൻ ഇട്ടൊന്നുമില്ല. പിന്നെ കുറേ നേരം അങ്ങോട്ട് മുകളിൽ ചവിട്ടി കയറുന്ന സമയത്ത് കുറേ അമ്പലങ്ങളുണ്ടായിരുന്നു ഇടുമ്പൻ്റെയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഓം ശരണം പോവായ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റോപ്പിലാണ് പോയത്. അതേപോലെ ട്രെയിനിലും കുറേ നേരമൊക്കെ നിന്നുട്ടോ. അപ്പൊ തന്നെ അത് കണ്ടിട്ട് പേടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അടുത്ത പ്രാവശ്യം വരികയാണെങ്കിൽ മുരുക പടി ചവിട്ടി വരാന്ന്. അതുപോലെ നമ്മളിതേ പടി ചവിട്ടി കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇരുന്ന് ഇതേതുപോലെയൊക്കെ ഉണ്ട്, കൂടാരം പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പടി ചവിട്ടി കയറുകയാണ്. കുറേ നമ്മൾ ചവിട്ടി കയറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾ ഇവരിനെയും കൊണ്ടൊന്നും ഇപ്പോൾ കയറിയിട്ടില്ല കുറേ ആയിട്ട്. അപ്പോൾ പിന്നെ ട്രോപ്പിലോ അല്ലെങ്കിൽ ട്രെയിനിലേക്ക് ആയിരുന്നു പോവുക. അപ്പോൾ നമ്മളിത് 12 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ മല ചവിട്ടി കയറുകയാണ്. അപ്പോൾ മുരുകൻ്റെ അടുത്തൊക്കെ എന്താ പറയുക, വിനായകൻ്റെ അടുത്തൊക്കെ തൊഴുതു. അപ്പോൾ നല്ല രീതിക്ക് പടി ചവിട്ടി കയറാൻ പറ്റട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കയറുകയാണ് കേട്ടോ. അമ്മയും ചെറിയമ്മയൊക്കെ നേരത്തെ തന്നെ കയറിപ്പോയി. ഞങ്ങൾ പതുക്കെ ഇരുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഇനി അവിടെ പോയിട്ട് എനിക്ക് കന്തസൃഷ്ടി വായിക്കണം എന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്തിൽ അത് നടക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വട്ടം പഴനിന്ന് ട്രെയിനിൽ കയറുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ, ഭഗവാനെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മല ചവിട്ടി കയറാമെന്ന്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളധികം മല ചവിട്ടി കയറി ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചു. സന്തോഷമായിട്ട് ഭഗവാനെ കാണാൻ പറ്റി. അതേപോലെ രാജവേഷമായിരുന്നു. അപ്പോൾ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ എന്താ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഭിഷേകം ചെയ്ത പാൽ എനിക്ക് തന്നു കേട്ടോ. എനിക്ക് പൂവൊന്നും അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ, എനിക്ക് പുഷ്പങ്ങളൊന്നും കിട്ടിയില്ലല്ലോ ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ തൊഴുതിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു പൂജാരി വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പാലുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കഴിച്ചോളൂ, കുടുംബത്തിലുള്ള എല്ലാവരും കഴിച്ചോളൂ, ഇത് മുരുകനെ അഭിഷേകിച്ച പാലാണെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്താ പറയുക, ഒരുപാട് സന്തോഷം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി കേട്ടോ. അഭിഷേകിച്ച പാലൊക്കെ എനിക്ക് അവിടുത്തെ പൂജാരി കയ്യിൽ തരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലുതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് മൊത്തം നല്ല ശബ്ദമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ വോയിസ് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ വോയിസ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാല് കുടിച്ചതിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഭഗവാന്റെ പ്രസാദം, അതായത് അഭിഷേകിച്ച പാല് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാമെന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വോയിസ് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായും. അതേപോലെ ഉള്ളിലിരുന്ന് നമ്മൾ സ്കന്ദസൃഷ്ടിയൊക്കെ വായിച്ചു. ഞങ്ങളെല്ലാവരും സ്കന്ദസൃഷ്ടിയുടെ ബുക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വായിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പ്രസാദ ഊട്ടിനൊന്നും ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല പൊതുവെ അമ്പലങ്ങളിൽ പോയിട്ട്. പക്ഷേ എനിക്ക് തിരുപ്പതിയിലെയും പഴനിയിലെയും പ്രസാദ ഊട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 1 hour വെയിറ്റ് ചെയ്തിട്ട് 2 മണിക്ക് നിന്ന് 3 മണി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പ്രസാദ ഊട്ട് കഴിച്ചിട്ട് വന്നത്. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് വഴി ഇറങ്ങാതെ റോപ്പിലാണ് കേട്ടോ പോയത്. കുട്ടികൾക്കൊക്കെ റോപ്പിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ റോപ്പിലേക്ക് കയറാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു മയിൽ നടന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പീലി ഒന്ന് ഇടിക്കടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ശരിക്കും മയിൽ പീലി വിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. ആ ഉച്ച വെയിലത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആ താഴെ എത്തുന്നത് വരെ അത് പീലി അടച്ചിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടോ അത് കണ്ടപ്പോൾ തന്നെ. എന്നിട്ട് ഏട്ടനൊക്കെ അത് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് നിൽക്കാൻ എനിക്കൊരു പേടി, അതുകൊണ്ട് ഞാൻ എണീറ്റൊന്നും നിന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ സൈഡൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ചെയ്തു. ഒരുപാട് മയിലുകൾ കണ്ടോ, ഈ കുളത്തുകൂടെ കണ്ടോ, ഒരുപാട് മയിലുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അതിന് ശേഷം പിന്നെ ചെരുപ്പ് നമുക്ക് ഇടണം എന്ന് പറഞ്ഞാലും ഈ വണ്ടി വരും കേട്ടോ. ഈ വണ്ടി പിന്നെ ഫ്രീ ആണ്, നമുക്ക് നമ്മളെ എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് റൗണ്ട് അടിച്ചു കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീണ്ടും വണ്ടിയിൽ കയറി. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഈ സ്ലിപ്പർ പടിക്കെട്ടിൻ്റെ അവിടെയാണ്. ലയിച്ചു എങ്ങനെയുണ്ട്? എന്തോ ഇതേ പോണ പോലെ അടിപൊളി വണ്ടിയാണ് കേട്ടോ. എന്തായാലും നടക്കേണ്ട ആവശ്യമില്ല, അതുപോലത്തെ വണ്ടിയിൽ കയറിയ സുഖമായിട്ട് അവിടെ കൊണ്ടേ ഇറക്കി വിട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ വണ്ടി. അത് പ്രസാദ ഊട്ട് കഴിച്ചു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു പ്രസാദ ഊട്ട് കഴിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രസാദ ഊട്ട്? ഇവിടുത്തെ തിരുപ്പതിയിലത്തെയും അതേപോലെ പഴനിയിലത്തെയും പ്രസാദ ഊട്ടുണ്ടല്ലോ, സൂപ്പറാണ്. ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ അത് അമൃതം പോലെ ഉണ്ടാവും കേട്ടോ. അത്രയും നല്ലൊരു ടേസ്റ്റാണ് ഇവിടുത്തെ പഴനിയിലത്തെ അതേപോലെ തിരുപ്പതിയിലത്തെ. എനിക്കിതേപോലെയുള്ള പ്രസാദ ഊട്ടാണ് ഇവിടുത്തെ അമ്പലത്തെ എന്തായാലും സ്പെഷ്യലാണ്. പ്രസാദ ഊട്ടെല്ലാം കഴിച്ച് ഇത് ഇറങ്ങി കേട്ടോ. അതിനുശേഷം നമ്മൾ സ്ലിപ്പറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും എന്തേ ഓരോരുത്തർ കയ്യിൽ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾ മേടിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഏട്ടനൊരു പി അവന് വേണമെന്ന് പറഞ്ഞപ്പോൾ അതും മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ചേച്ചി അടുത്ത് വന്ന് നിന്നിട്ട് ഈ ഒരു സ്ലൈഡ് വാങ്ങുമോ എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴേക്കും ഒരുപാട് പേര് വരും കേട്ടോ. പക്ഷേ ഇത് എനിക്ക് ലാഭമായി തോന്നി കേട്ടോ. 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഇത് കടയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു 2 ക്ലിപ്പിന് ഒരു ജോഡിക്ക് തന്നെ 20 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. അത്രയും ഒരു അട്ടയ്ക്ക് മാത്രം 20 രൂപയെ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പിന്നെ അത് മേടിച്ചിട്ട് ഞാൻ വരിക ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ താഴത്തെ അടിവാരത്തിൽ നല്ലൊരു അമ്പലം കണ്ടു കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ അമ്പലത്തിൽ കയറണമെന്ന് തോന്നി. നമ്മൾ പഴനിയിൽ വന്നിട്ട് ഈ അമ്പലത്തിൽ കയറിയിട്ടില്ല. ഈ അടുത്ത വട്ടം വരുമ്പോൾ എന്തായാലും അമ്പലത്തിൽ കയറണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു കീ ചെയിൻ കുറേ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കീ ചെയിൻ ഞാൻ മേടിച്ചാണ് കേട്ടോ. അങ്ങനെ മറ്റേ പച്ച കളറിൽ ഓം എന്ന് എഴുതിയത് കേട്ടോ. അപ്പോൾ ആ കീ ചെയിൻ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.